നസാഇഹു ത്വബീബി, ഡോക്ടറുടെ ഉപദേശങ്ങൾ. ഒരു ഡോക്ടറാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇദാ മാ ശിഅ്ത അൻ തഹ്യ സലീമൻ, നീ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ, വതുംലി ദർബ ഉംരിക മുസ്തഖീമൻ, നിൻ്റെ ജീവിതത്തിൽ നേരായ വഴിക്ക് ജീവിതം കഴിച്ചു കൂട്ടാൻ നീ ഉദ്ദേശിച്ചാൽ, ഫഖുദ് ബഅദൻ നസാഇഹി മിൻ ത്വബീബിൻ, ഡോക്ടറുടെ അടുക്കൽ നിന്നും ചില ഉപദേശങ്ങൾ നീ സ്വീകരിക്കുക. ബിത്വത്ബീബിൽ വറ അൽഹ ഫഹീമൻ, മനുഷ്യരെ പരിശോധിക്കുന്നതിനാൽ, മനുഷ്യരെ ചികിത്സിച്ചതുകൊണ്ട് ഡോക്ടർ ഒരു ജ്ഞാനിയായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ്റെ ആരോഗ്യങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല ധാരണയുള്ള ഒരു അറിവുള്ളവനാണ് ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ഉപദേശങ്ങൾ സ്വീകരിക്കുക. ഇദാ മാ കുൻത ദാ ജിസ്മിൻ സലീമിൻ, നീ ആരോഗ്യമുള്ള ശരീരമുള്ളവനാണെങ്കിൽ, സതുഅത ഹകദാ അഖലൻ സലീമ, അതേപോലെ തന്നെ നിനക്ക് മാനസികമായ ആരോഗ്യവും ലഭിക്കുന്നതാണ്. മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യത്തിലാണ്. ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ മനസ്സിനും ആരോഗ്യം ലഭിക്കും. ഫറാഖിബ് സിഹത്തൽ ബദനിൽ മുആഫ, നിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കുക. വലാ തത്റുക്കുഹു മുഅത്തല്ലൻ സഖീമ, രോഗം വന്ന് നശിക്കാൻ അതിനെ നീ വിട്ടുകൊടുക്കരുത് ശരീരത്തെ. മുമാറസത്തുർ റിയാദത്തി കുല്ല യൗമിൻ, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യൽ, വ്യായാമം ചെയ്യൽ. തുഅദ്ദു ഹയ്യ ഇൻജാസൻ അലീമ, സഹോദര നിനക്ക് വലിയ നേട്ടമുണ്ടാക്കിത്തരും. വ്യായാമം ചെയ്താൽ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. വവസ്നുക ലൈസ യഫ്റുതു ഫിസ്ദിയാദിൻ, നിൻ്റെ ശരീരഭാരം നീ അധികരിക്കാതെ നോക്കണം. അമിതമായി ഭാരം ഉണ്ടാകാതെ ശരീരത്തെ സംരക്ഷിച്ചു നിർത്തണം. വ അബ്കിൽ ജിസ്മ മഷ്മൂക്കൻ വസീമൻ, ശരീരത്തെ ശക്തമായും സുന്ദരമായും നിലനിർത്തണം. തആമുക വശറാബുഹുമാ ഗിദാഉൻ, നിൻ്റെ ഭക്ഷണപാനീയങ്ങൾ നിൻ്റെ ശരീരത്തിനുള്ള പോഷകമാണ്. ഫകുൻ ഇൻദ ഇഖ്തിയാരിഹിമാ അലീമൻ, അത് രണ്ടിനെയും ഭക്ഷണപാനീയങ്ങളെ നീ സെലക്ട് ചെയ്യുമ്പോൾ നീ അലീമാവുക, ബുദ്ധിയുള്ളവനാവുക. ബുദ്ധിപരമായിട്ട് വേണം ഭക്ഷണപാനീയങ്ങൾ സെലക്ട് ചെയ്യാൻ. ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണപാനീയങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. വസുർമ കുല്ലി ആരിളത്തിൻ ത്വബീബൻ, എന്ത് രോഗമുണ്ടെങ്കിലും ഡോക്ടറെ സന്ദർശിക്കുക. ലദൈഹി സതഹുദുന്നു സഹൽ ഹക്കീമ, അദ്ദേഹത്തിൽ നിന്നും യുക്തമായ ഉപദേശങ്ങൾ നീ സ്വീകരിക്കുക. അഹീനം ബാക്കിറൻ തഹന കരീറൻ, സഹോദര നീ നേരത്തെ ഉറങ്ങുക. നേരത്തെ ഉറങ്ങിയാൽ നിനക്ക് സന്തോഷം ലഭിക്കുന്നതാണ്. ഫകം ഖദ് ത്വയ്യബന്നൗമുൽ ജുസൂമ, എത്ര ശരീരങ്ങളെയാണ് ഉറക്കം നന്നാക്കിയിരിക്കുന്നത്. നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക എന്നൊരു ശീലം കൊണ്ട് എത്ര ശരീരങ്ങളാണ് രോഗമൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്. റുസിഖ്ത ഉഹയ്യ ആഫിയത്തൻ വഖൈറ, സഹോദര നിനക്ക് നന്മയും ആഫിയത്തും ആരോഗ്യവും ലഭിക്കട്ടെ. വഇസ്ത ബിസുഹത്തിൻ ഐഷൻ നഈമ, സന്തോഷത്തോടെ അനുഗ്രഹീതനായി ആരോഗ്യത്തോടെ നീ ജീവിക്കട്ടെ. അഹ്മദ് അൽ ഫാരിസി എന്ന കവിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വാക്കർത്ഥങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നുറാജി അൽ മൻലൂം വനക്തുബു അലുദാദൽ കലിമാത്തില്ലാത്തിയ, താഴെയുള്ള വാക്കുകളുടെ ലിദ്ദുകൾ കണ്ടെത്താം. മരിയലുൻ, രോഗി, അതിൻ്റെ ലിദ് സലീമൻ, ആരോഗ്യമുള്ളവൻ. കബീഹൻ, മോശമായത്. അപ്പോൾ ഓപ്പോസിറ്റ് ജമീലുൻ, ഭംഗിയുള്ളത്. ജാഹിലുൻ, അജ്ഞൻ. ആമിലുൻ, ജ്ഞാനി, അറിവുള്ളവൻ. നുൻഷിദുൽ അബിയാത്ത്, ഈ ബൈത്തുകൾ നമുക്ക് ചൊല്ലി നോക്കാം. വനുലാഹിദുൽ കലിമാത്തിൽ മുലവര, എന്നിട്ട് നിറം നൽകപ്പെട്ട വാക്കുകൾ നോക്കാം. ഇദാ മാ കുൻത ദാ ജിസ്മിൻ സലീമിൻ സതുഅത ഹകദാ അഖലൻ സലീമൻ, അഖലൻ സലീമൻ, ആരോഗ്യകരമായ മനസ്സ്. അതേപോലെ അന്നുസ്ഹൽ ഹക്കീമ, യുക്തമായ ഉപദേശം. ഐഷൻ നഈമൻ, അനുഗ്രഹീതമായ ജീവിതം. ഇതൊക്കെ നഅത്തും മൻഊത്തുമാണ് അല്ലേ. അഖല്, നുസ്ഹ്, ഐഷ്, ഈ വാക്കുകളൊക്കെ മൻഊത്തുകളാണ്. അവയുടെ ശേഷം ഒരു നഅത്ത് വെക്കപ്പെട്ടപ്പോഴാണ് ആ വാക്കുകൾ മൻഊത്തായത്. അക്കലൻ എന്ന് മാത്രമാണെങ്കിൽ അത് മൻഊത്തല്ല. സലീമൻ എന്ന നഅത്ത് അക്കലിൻ്റെ ശേഷം വന്നപ്പോൾ അക്കലൻ എന്നത് മൻഊത്തായി. അതേപോലെ നുസ്ഹ് എന്ന വാക്കിൻ്റെ ശേഷം അൽ ഹക്കീമ എന്ന നഅത്ത് വന്നപ്പോഴാണ് നുസ്ഹ് മൻഊത്തായത്. പിന്നെ ഐഷൻ എന്നതിൻ്റെ ശേഷം നഈമൻ എന്ന നഅത്ത് വെച്ചപ്പോൾ ഐഷൻ മൻഊത്തായി. ഓക്കെ, ഇവിടെ
നഅത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൻഊത്തിന് എന്താണോ ഇറാബ് ഉള്ളത് അതേ ഇറാബ് നഅത്തിന് നൽകണം. അക്കലൻ എന്ന് പറയുമ്പോൾ മൻഊത്തിൻ്റെ ഇറാബ് നസ്ബാണ്. അതുകൊണ്ടാണ് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നസ്ബ് ഇറാബുള്ള വാക്കിന് നഅത്ത് വെക്കുമ്പോൾ ആ നഅത്തിനും നമ്മൾ ഇറാബ് നസ്ബാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സലീമൻ എന്ന് എഴുതിയിരിക്കുന്നത്. അന്നുസ്ഹ എന്നുള്ളതിൽ മൻഊത്തിന് അലിഫ്ലാം ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ അതിന് നഅത്ത് വെച്ചപ്പോൾ നഅത്തിനും അലിഫ്ലാം ചേർത്തു. അങ്ങനെ മൻഊത്ത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ആയിരിക്കണം നഅത്തും. അത് ഇറാബാണെങ്കിലും അലിഫ്ലാമുള്ള കാര്യമാണെങ്കിലും മുദക്കർ മുഅന്നസ് ആണെങ്കിലും പിന്നെ ജംഅ് മുഫ്രദ് മുസന്ന ഒക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും മൻഊത്തിനെ പിന്തുടരണം നഅത്ത്. ഇവിടെ പാഠഭാഗം വായിച്ച് നോക്കിയിട്ട് നഅത്തും മൻഊത്തും കണ്ടെത്തണം. ഏതൊക്കെയാണ്? മൂന്നാമത്തെ വരിയിൽ ജിസ്മിൻ സലീമിൻ എന്നുണ്ടല്ലേ? ജിസ്മിൻ സലീമിൻ ആരോഗ്യമുള്ള ശരീരം. അതേപോലെ തന്നെ ഇവിടെ അക്കലൻ സലീമൻ ആരോഗ്യമുള്ള ബുദ്ധി. പിന്നെ ഇവിടെ ഇതാ ഇൻജാസൻ അലീമൻ മഹത്തായ നേട്ടം. പിന്നെ അന്നുസ്ഹൽ ഹക്കീമ ബുദ്ധിപരമായ യുക്തമായ ഉപദേശങ്ങൾ. അന്നുസ്ഹൽ ഹക്കീമ. അവിടെ അന്നുസ് എന്താണ്? മൻഊത്താണ്, ഹക്കീമ നഅത്താണ്. ഇവിടെ ആണെങ്കിൽ ഇൻജാസ് മൻഊത്താണ്, അലീമൻ നഅത്താണ്. അങ്ങനെ അന്നൗമൽ അതല്ല ഐഷൻ നഈമൻ. ഐഷൻ നഈമൻ ആരോഗ്യമുള്ള മീൻസ് എന്താണ്? നഈമായ അനുഗ്രഹീതമായ ജീവിതം. അപ്പോൾ ഐഷ് മൻഊത്താണ്, നഈം നഅത്താണ്. അതേപോലുള്ള നഅത്തുകൾ കണ്ടുപിടിക്കും. ഇനി നുക്മിലുൽ ഫറാഗ ബിനഅത്തിൻ മുനാസിബിൻ മിനൽ ഖാന. ഈ കോളത്തിൽ നിന്നുമുള്ള നഅത്തുകൾ എഴുതണം. ഹാദിഹി ഹദിയക്കത്തുൻ ഡാഷ്. ഇതൊരു തോട്ടമാണ്. എങ്ങനെയുള്ള തോട്ടമാണ്? ജമീലത്തുൻ ഭംഗിയുള്ള എന്ന് വെക്കാം. ഹാദിഹി ഹദിയക്കത്തുൻ ജമീലത്തുൻ ഇതൊരു ഭംഗിയുള്ള തോട്ടമാണ്. പിന്നെ ജലസ്തു ഫി ബുസ്താനിൻ ഞാനൊരു പൂന്തോട്ടത്തിൽ ഇരുന്നു. എങ്ങനെയുള്ള പൂന്തോട്ടത്തിൽ? വാസിൻ വിശാലമായ. ജലസ്തു ഫി ബുസ്താനിൻ വാസിൻ ഞാനൊരു വിശാലമായ പൂന്തോട്ടത്തിലിരുന്നു. ഷരിബ്തുൽ ഹലീബ സാഹിന ഞാൻ ചൂടുള്ള പാല് കുടിച്ചു. ഷരിബ്തുൽ ഹലീബ ഞാൻ പാല് കുടിച്ചു. എങ്ങനെയുള്ള പാല്? അസാഹിന ചൂടുള്ള. ഫി ബൈത്തി ഖിത്താനി സഗീറാനി എൻ്റെ വീട്ടിൽ 2 ചെറിയ പൂച്ചകളുണ്ട്. ഫി ബൈത്തി എൻ്റെ വീട്ടിൽ ഖിത്താനി 2 പൂച്ചകളുണ്ട്. സഗീറാനി ചെറിയ. അപ്പോൾ ഇവിടെ ഖിത്താനി എന്നതിൻ്റെ നഅത്താണ് സഗീറാനി. മൻഊത്ത് ഖിത്താനി. ഖിത്താനി എന്നത് മുസന്നയാണ്, 2 ഉണ്ടല്ലേ? അതുകൊണ്ട് തന്നെ അതിൻ്റെ നഅത്തിനെയും മുസന്നയാക്കി സഗീറാനി എന്ന്. അപ്പോൾ മൻഊത്ത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ആയിരിക്കണം നഅത്തും. ഇനി ബൈത്തി ഫി ഖറിയത്തിൻ ജമീല. ഇതെന്താണ്? നക്തുബ് ബയാനൻ അൻ ഖറിയത്തിന നമ്മുടെ നാടിനെക്കുറിച്ച് ഒരു ബയാൻ, ഒരു ചെറിയൊരു വിവരണം തയ്യാറാക്കാം, എഴുതാം. ബിസ്തിഖ്ദാമിൻ നഅത്തി വൽ മൻഊത്ത് നഅത്തും മൻഊത്തും ഒക്കെ ഉപയോഗിച്ച് കൊണ്ട് വേണം ഉണ്ടാക്കാൻ. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ബൈത്തി ഫി ഖറിയത്തിൻ ജമീലത്തിൻ എൻ്റെ വീടൊരു മനോഹരമായ ഗ്രാമത്തിലാണ്. ഫിൽ ഖറിയത്തി മൽഅബുൻ വാസിഅൻ ഗ്രാമത്തിൽ വിശാലമായൊരു ഗ്രൗണ്ടുണ്ട്, കളിസ്ഥലമുണ്ട്. മല്ലബ് മൻഊത്താണ്, വാസിഅൻ നഅത്താണ്. നൽഅബ് ഫീഹി കുറത്തൽ ഖദമി ഞങ്ങളവിടെ ഫുട്ബോൾ കളിക്കും. ബഅദൽ ലഅബി കളിക്ക് ശേഷം നസ്ബഹു ഫി നഹരിൻ സഗീരിൻ ചെറിയൊരു പുഴയിൽ ഞങ്ങൾ നീന്തും. നഹരിൻ സഗീരിൻ നഹർ മൻഊത്താണ്, സഗീരിൻ നഅത്താണ്. ഫി നഹരി മാ ഉൻ നഖിയുൻ പുഴയിൽ ശുദ്ധമായ വെള്ളമുണ്ട്. മാ ഉൻ മൻഊത്താണ്, നഖിയുൻ നഅത്താണ്. വഫി ഖറിയത്തിന ഹദിയക്കത്തുൻ ജമീലത്തുൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ മനോഹരമായൊരു തോട്ടമുണ്ട്. ഹദീഖത്ത് മൻഊത്ത്, ജമീലത്തുൻ നഅത്ത്. ഫിഹ അസ്ജാറുൻ കബീറത്തുൻ അവിടെ വലിയ മരങ്ങളുണ്ട്. അസ്ജാർ മൻഊത്താണ്, അതിൻ്റെ നഅത്താണ് കബീറത്തുൻ. വസുഹൂറുൻ മുത്തനവ്യത്തുൻ വിവിധ പൂക്കളുണ്ട്, വിവിധ ഇനം പൂക്കളുണ്ട്. സുഹൂർ മുത്തനവ്യത്ത് നഅത്ത്. നറ ജിബാലൻ മുർത്തഫ്യത്തൻ നമുക്ക് ഉയരമുള്ള മലകൾ കാണാം. ജിബാലൻ മൻഊത്താണ്, മുർത്തഫ്യത്ത് നഅത്താണ്. അപ്പോൾ ഇതേപോലെയാണ് നഅത്തും മൻഊത്തും ഉണ്ടാക്കേണ്ടത്. ഇനി നഖ്റവ നഫം നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാം. മുമാറസത്ത് റിയാദത്തി കുല്ലയോമിൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യൽ. തുഅദ്ദു ഉഹയ്യ ഇൻജാസൻ അലീമ സഹോദര അതൊരു വലിയ നേട്ടമായി പരിഗണിക്കപ്പെടുന്നു. ഉഹൈ എന്ന് പറഞ്ഞാൽ അഹുൻ സഗീറുൻ ചെറിയ സഹോദരൻ എന്നുള്ളതിനാണ് ഉഹൈ എന്ന് പറയുക. അതിൻ്റെ കൂടെ എൻ്റെ എന്ന് ചേർക്കാൻ വേണ്ടിയുള്ള യാവും കൂടെ ചേർത്തപ്പോഴാണ് ഉഹയ്യ എന്നായത്. അപ്പോൾ ഉഹയ്യ എൻ്റെ സഹോദരൻ, എൻ്റെ ചെറിയ സഹോദരൻ.
അതേപോലെയാണ് ബുനയ്യയും അല്ലേ, യാ ബുനയ്യ അക്കിമിസ്സലാത്ത, നീ നിസ്കാരം നിലനിർത്തണം മോനെ, വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. അതിലുള്ള ബുനയ്യ എന്നത് ബുനൈ എന്നുള്ളത് ഇബ്നുൻ സഗീറിൻ, ചെറിയ മകൻ എന്നുള്ളതാണ്. എൻ്റെ ചെറിയ മോനെ. അപ്പോൾ എൻ്റെ എന്ന് ചേർക്കാനുള്ള യാ ചേർത്തപ്പോൾ ബുനൈ എന്നുള്ളതിൻ്റെ കൂടെ യാ ചേർത്തപ്പോൾ ബുനയ്യ എന്നായി. യാ ബുനയ്യ, എൻ്റെ മോനെ. ഇനി മദ്മൂനിൽ മൽനൂം, ഈ കവിതയുടെ ഉള്ളടക്കം. ഇതാ അറത്ത അൻ തഹിയ സലീമൻ, നീ ആരോഗ്യവാനായി ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ, വ തഖ്ലിയ ഹയാത്തകമായ സിഹത്തി വസാദത്തി, സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും നിൻ്റെ ജീവിതം കഴിച്ചു കൂട്ടാൻ നീ ഉദ്ദേശിച്ചാൽ, ഫ അലൈക അൻ തഅഖുദ നസാഇഹ മിന ത്വബീബി, നീ ഡോക്ടറിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കണം. തദക്കർ, നീ ഓർക്കുക, അന്നൽ അക്കല സലീമ, ആരോഗ്യമുള്ള മനസ്സ്, ഫിൽ ജിസ്മി സലീമി, ആരോഗ്യമുള്ള ശരീരത്തിലാണ്. ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിലേ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവുകയുള്ളൂ. വഹാഫിൽ അല സിഹത്ത് ജിസ്മിക്ക, നിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നീ സംരക്ഷിക്കണം. വല തത്രുക്കുഹു മരിയവൻ, അതിനെ രോഗിയാക്കി വിടരുത്. അരിയാലത്തുൽ ബദനിയത്തു ഷെയ്യുൻ അലീമൻ, വ്യായാമം ചെയ്യൽ ഒരു മഹത്തായ കാര്യമാണ്. ഹിയ തുഹാഫിൽ അല വസ്നി ജിസ്മിക്ക, അത് നിൻ്റെ ശാരീരിക ഭാരം സംരക്ഷിക്കുന്നു. അമിതഭാരത്തിൽ നിന്നും നിൻ്റെ ശരീരത്തെ തടയുന്നു സ്ഥിരമായുള്ള വ്യായാമം. വത്തജ് അലഹു ജമീലൻ, അതിനെ ശരീരത്തെ ജമീലാക്കുന്നു, ഭംഗിയുള്ളതാക്കി മാറ്റുന്നു സ്ഥിരമായി വ്യായാമം ചെയ്താൽ. ഫഖ്തർ അത്ആമ തയ്യിബ, നീ നല്ല ഭക്ഷണം സെലക്ട് ചെയ്യുക. വശറാബൽ മുഫീദ, ഉപകാരപ്രദമായ പാനീയങ്ങൾ സെലക്ട് ചെയ്യുക. ലി ജിസ്മിക്ക, നിൻ്റെ ശരീരത്തിന് ഉപകാരപ്രദമായ ഭക്ഷണപാനീയങ്ങൾ തിരഞ്ഞെടുക്കണം. ഇതാ അസാബക്ക മറലുൻ, നിന്നെ രോഗം ബാധിച്ചാൽ, ഫതുലുബ് നസീഹത്ത തബീബി, ഡോക്ടറുടെ ഉപദേശം നീ തേടുക. നം മുബക്കിറൻ, നേരത്തെ ഉറങ്ങുക. ഫൈനഹു മിൻ അസ്ബാബി റാഹത്തി, അത് ആശ്വാസത്തിൻ്റെ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ്. മീൻസ് നേരത്തെ ഉറങ്ങിയാൽ ആശ്വാസം ലഭിക്കും. അസ്അലുല്ലാഹ ലക്കൽ ആഫിയ, ഞാൻ അള്ളാഹുവിനോട് നിനക്ക് ആഫിയത്തിന്, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് കവിതയുടെ ഉള്ളടക്കം. ഇനി ചോദ്യം, കൈഫ യസീറുൽ ജിസ്മു ജമീലൻ, ശരീരം എങ്ങനെയാണ് ഭംഗിയുള്ളതായിത്തീരുന്നത്? യസീറുൽ ജിസ്മു ജമീലൻ, ശരീരം ഭംഗിയുള്ളതായിത്തീരും എങ്ങനെ? അതിവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ബിരിയാലത്തിൽ ബദനിയത്തി, ഈ അങ്ങനെ ഉത്തരവേദം. യസീറുൽ ജിസ്മു ജമീലൻ, ശരീരം ഭംഗിയുള്ളതായിത്തീരുന്നു. ബിരിയാലത്തിൽ ബദനിയത്തി, വ്യായാമം കൊണ്ട്. അടുത്തത്, ഉദുക്കുർ സബബം മിൻ അസ്ബാബി റാഹത്തി, റാഹത്തിൻ്റെ ആശ്വാസം അല്ലേ, സ്വസ്ഥതയുടെ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം എഴുതുക. അതെന്താണ്? അന്നൗമുൽ മുബക്കിർ, നേരത്തെയുള്ള ഉറക്കം. മിൻ അസ്ബാബി റാഹത്തി, റാഹത്തിൻ്റെ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ്. മത്താ തത്തുലുബു നസീഹത്ത് ത്വബീബി, ഡോക്ടർ ഉപദേശം എപ്പോഴാണ് നീ തേടേണ്ടത്? അപ്പോൾ എപ്പോഴാണ്? അത്തുലുബു നസീഹത്ത് ത്വബീബി, ഞാൻ ഡോക്ടറുടെ ഉപദേശം തേടും. ഇതാ അസാബനി മറലുൻ, എനിക്ക് രോഗം ബാധിച്ചാൽ. ഇക്തഷിഫ് മിനൽ ഫിക്രത്ത് ഹിക്മത്തൻ മഷൂറത്തൻ, പ്രശസ്തമായൊരു ഹിക്മത്ത്, ഒരു തത്വവാചകം ഈ പാരഗ്രാഫിൽ നിന്നും കണ്ടെത്താം. അതിതാണല്ലേ, അന്നൽ അക്കല സലീമ ഫിൽ ജിസ്മി സലീമി, ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തിലാണ് എന്നത്. ഓക്കെ, ഇനി നക്രവുൻ നിക്കാത്ത വനുഇദു തർജമത്ത ഷായർ, ഈ പോയിന്റുകൾ വായിച്ചു നോക്കിയിട്ട് ഈ ഷായറിൻ്റെ, നമ്മുടെ കവിത എഴുതിയ ഷായറിൻ്റെ ഒരു തർജമത്ത്, ഒരു ജീവചരിത്രം ഉണ്ടാക്കാം. ഈ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഹമ്മദ് അൽ ഫാരിസി, അദ്ദേഹത്തിൻ്റെ പേരാണ്. വുലിദഫി ഒമാൻ, ഒമാനിലാണ് അദ്ദേഹം ജനിച്ചത്. മിന ഷൊറായിൽ മുആസിരീൻ, കണ്ടംപററിയൻസ് മീൻസ് സമകാലീന കവികളിൽപ്പെട്ട ഒരാളാണ്. യാമൽ തൊബീബൻ, അദ്ദേഹം ഡോക്ടറായി ജോലി ചെയ്യുന്നു. മിൻ ദവാബീനിഹി, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളിൽപ്പെട്ടതാണ് അൽ കൽബു ഇദാ ഹവ എന്നതും തെറിയാക്കുൽ ഹയാത്തി എന്നതും, ഈ രണ്ട് കവിതാ സമാഹാരങ്ങൾ. മിൻ അഷ്ഹരി കസായിദിഹി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിതകളിൽപ്പെട്ടതാണ് നസാഇഹു തബീബ്, ഡോക്ടറുടെ ഉപദേശങ്ങൾ എന്ന കവിത. ഇതൊക്കെ ചേർത്തുകൊണ്ട് എങ്ങനെ ഒരു ജീവചരിത്രമാക്കാമെന്ന് നോക്കാം. അഹമ്മദ് അൽ ഫാരിസി തൊബീബുൻ വ ഷായറുൻ ഒമാനിയൻ, അഹമ്മദ് ഫാരിസി ഒരു ഡോക്ടറാണ്. വ ഷായറുൻ ഒമാനിയൻ, ഒമാനിയ ഒരു ഡോക്ടറും കവിയുമാണ്. ഒമാനിയായ ഒമാൻകാരനായ കവിയും ഡോക്ടറുമാണ് അദ്ദേഹം. ഹുവമിൻ അബ്രസ് ഷുആറായിൽ മുആസിരീൻ, ഏറ്റവും മികച്ച ആധുനിക കവികളിൽപ്പെട്ടൊരു കവിയാണ് അദ്ദേഹം. ലഹു ദവാവീനു കസീറ, അദ്ദേഹത്തിന് ധാരാളം കവിതകളുണ്ട്, കവിതാ സമാഹാരങ്ങളുണ്ട്.
മിൻഹ അതിൽപ്പെട്ടതാണ് അൽ കൽബു ഇദാ ഹവ എന്നതും തിറിയാക്കുൽ ഹയാത്ത് എന്നതും. വമിൻ അഷ്ഹരി കസാഇദിഹി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിതകളിൽപ്പെട്ടതാണ് നസാഇഹു തൊബീബിൻ അല്ലേ, തൊബീബി എന്ന് വേണ്ട, തൊബീബിൻ എന്ന് മതി, ഡോക്ടറുടെ ഉപദേശങ്ങൾ എന്നത്. ഇനി നജ്മൽ ഖസായിദാനി സിഹത്തി വനുഖദ്ദിമുഹ ഫി സഫി ആരോഗ്യത്തെക്കുറിച്ചുള്ള കവിതകൾ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കാം. കൈഫ നസ്തത്തിയുൽ ഹയാത്ത് സയ്യിദ നമുക്കെങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാക്കിയെടുക്കാം. ഇത് മുദക്കിറത്തൻ ഫി ലൗഇൽ ഖുതുബത്തി വൽ മൻദൂം പ്രസംഗത്തിൻ്റെയും കവിതയുടെയും ഒക്കെ വെളിച്ചത്തിൽ അതിനെക്കുറിച്ചൊരു മുദക്കിറത്ത്, ഒരു പാരഗ്രാഫ്, ഒരു കുറിപ്പ് തയ്യാറാക്കാം. അത് തയ്യാറാക്കി. ഇതോടെ 3ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ 4ാമത്തെ യൂണിറ്റ് തുടങ്ങാം.